ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വുഡൻ സ്റ്റാൻഡാണ് ഇത് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു വുഡൻ ഫിനിഷിങ്ങോടെ വരുന്നതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതേ ഈ സ്റ്റാൻഡ് ഇതേ നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ഓയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. കാണാൻ വളരെ ഭംഗിയുള്ള 2 സെറാമിക് പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഏരിയ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോയിലൊക്കെ നിങ്ങൾ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു സ്പേസ് ആണ് നമുക്ക് കൗണ്ടർ ടോപ്പായിട്ട് ഈ ഒരു കിച്ചണിലുള്ളത് കേട്ടോ. അത്ര ഒരുപാട് സ്പേസ് ഒന്നുമില്ല, അത്യാവശ്യം സൗകര്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട് താനും. കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു കോർണറിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പഴയ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ വശവും നമുക്കൊരു കൗണ്ടർ ടോപ്പ് ഏരിയ ആയിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് അവിടെ കുറച്ചുകൂടെ വലുപ്പമുള്ള ഫ്രിഡ്ജ് ആയതുകൊണ്ട് ആ ഒരു സ്പേസ് നമ്മൾ ഇതുപോലെ ഒരു കബോർഡ് ഇട്ടിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് നമ്മൾ നമ്മുടെ കുക്കിംഗ് റേഞ്ച് വെച്ചിട്ടുള്ളത്. കുക്കിംഗ് റേഞ്ചിന് 2 സൈഡിലും കുറച്ച് സ്പേസ് നമുക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ച് കുക്ക് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ ഒക്കെ ആവുകയൊക്കെ ചെയ്യുമല്ലോ, ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് 2 സൈഡും ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ താഴെ ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്പേസിൽ ഞാൻ പ്രത്യേകിച്ച് ഓർഗനൈസേഴ്സ് ഒന്നും വെക്കുന്നൊന്നുമില്ല. ജസ്റ്റ് കുക്കിംഗ് റേഞ്ച് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ റീസെൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള ഒരു ടൈൽ ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് നമുക്ക് പ്ലഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലഗ്ഗാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സി, ഗ്രൈൻഡർ അതുപോലത്തെ ഐറ്റംസൊക്കെ ഈ ഒരു കബോർഡിൻ്റെ മുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്.
എയർ ഫ്രയർ, ജ്യൂസർ, അതുപോലെ തന്നെ ഗ്രൈൻഡർ, മിക്സി തുടങ്ങി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇതിന് മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 ഭരണികളിലായിട്ട് ഒന്നിൽ ഉപ്പും മറ്റൊന്നിൽ കല്ലുപ്പുമാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിന് മുകളിലായിട്ടാണ് ഈ 2 ഭരണികളും വെക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഈ ഒരു 2 വുഡൻ ജാറുകളുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് നമ്മുടെ പുളി ഉണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന പുളി, മറ്റൊന്നിൽ കുടംപുളി. ഈ 2 ഐറ്റംസും നമ്മൾ പ്ലാസ്റ്റിക് ജാർസിലൊന്നും യൂസ് ചെയ്യാൻ ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വുഡൻ ബോക്സിലാണ് ഈ 2 ഐറ്റംസ് ഇട്ട് വെക്കുന്നത്. പുളിയൊക്കെ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു 2 ബോക്സിലാക്കിയിട്ട് പുളിയും കുടംപുളിയും ഇട്ട് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സ്പൂണ്, ഫോർക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വുഡൻ ഓർഗനൈസറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 3 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നിൽ ഫോർക്കും മറ്റൊന്നിൽ സ്പൂണും വെക്കുന്നു. ബാക്കിയുള്ളതിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ലൈറ്റർ പോലത്തെ ഐറ്റംസൊക്കെ ഇതിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഏരിയ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് സ്റ്റഫിനോട് ചേർന്ന് ഒരു ചെറിയ ഏരിയ നമ്മളെപ്പോഴും മാറ്റിയിടണം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അതിൻ്റെ കോർണർ സൈഡ് ഇതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കെറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രേയിൽ അടുത്ത് തന്നെ പ്ലഗ് ഉള്ള കാരണം കെറ്റിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് 2 ബോട്ടിലിൽ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിലും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ട്രേയിൽ ബാക്കി സാധനങ്ങളും കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഐക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു നൈഫ് ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ വെക്കുന്നുണ്ട്. ആ സെയിം ട്രേയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഓയിൽ ബോട്ടിൽസ് വെക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ സെറാമിക് ജാർസിലാണ് നമ്മുടെ 2 ഓയിലുകളും വെക്കുന്നത്. ഞാൻ കിച്ചണിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഒലിവ് ഓയിലുമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് രണ്ടും ഈ 2 ജാറുകളിലാക്കിയിട്ട് ഈ ഒരു ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഓയിൽ ബോട്ടിൽസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓയിൽ ബോട്ടിൽ വെക്കുന്ന ട്രേയുടെ താഴെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ ഒക്കെ ഇതുപോലെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ ഈസി ആയിരിക്കും. അതിനൊപ്പം തന്നെ ഒരു ചെറിയ ഭരണിയിലായിട്ട് ഗീ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ സിങ്ക് ഏരിയയാണ്. അപ്പോൾ ഇതാ ഈ ഒരു 2 ഗ്ലാസ് ബോട്ടിലുകളിലായിട്ടാണ് ഞാൻ പാത്രം കഴുകാനൊക്കെയുള്ള ലിക്വിഡ് അതുപോലെ തന്നെ ഹാൻഡ് വാഷും ആക്കി വെക്കുന്നത്. ഐക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ ഒരു 2 ബോട്ടിൽസ് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബ്ബർ പോലത്തെ ഐറ്റംസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ കഴുകിയെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നമ്മുടെ അമ്മിക്കല്ലൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിനടുത്തായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുള്ള മാറ്റും കൂടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തെടുത്തപ്പോൾ കുറച്ചൊരു സ്പേസ് നമുക്കവിടെ ബാക്കി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ടിംഗ് ബോർഡ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്ത് എടുത്തു. ഇനി ഈ സിങ്കിൻ്റെ മുകളിൽ ഏരിയ ആയിട്ട് നമുക്ക് ടൈലാണ് വരുന്നത്. അപ്പോൾ ടൈല് ഡ്രില്ല് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. നമ്മൾ വാളിൽ ഇതുപോലെ ഒരു ഐക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ കപ്പൊക്കെ അവിടെയാണ് ഹാങ് ചെയ്ത് ഇടുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അതിൽ ടിഷ്യൂവും കൂടെ വെച്ചു. അപ്പോൾ ഉള്ള സ്ഥലത്ത് മാക്സിമം സാധനങ്ങളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു ഏരിയ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കിച്ചണിൽ അത്യാവശ്യം വെളിച്ചമുള്ള കിച്ചൺ ആയതുകൊണ്ട് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒറിജിനൽ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ചെറിയ കിച്ചൺ അല്ലെങ്കിൽ കിച്ചൺ കബോർഡ്സ് ഒക്കെ വളരെ കുറവൊക്കെ ഉള്ള ഒരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും മാക്സിമം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. കുറച്ച് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി കോർണർ ഏരിയകളിലൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ സ്ഥലം ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാക്സിമം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയായിട്ടും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.